ഇനി കൊട്ടിയൂരിലേക്കാണ് യാത്ര. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ അക്കരെ കൊട്ടിയൂരിലേക്ക് ഭണ്ഡാരമെഴുന്നള്ളത്തും കുടയെഴുന്നള്ളത്തും നടന്നു. ദിവസേന ലക്ഷക്കണക്കിന് പേരാണ് കൊട്ടിയൂരിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇത്തവണ കർണാടക, ആന്ധ്ര, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം ഭക്തർ ദർശനത്തിന് എത്തുന്നുണ്ട്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ, ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമോ അവിടെ? തീർത്തും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം തന്നെയാണ് എങ്ങും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നലെ ഭണ്ഡാരം വരവോടുകൂടി ഇവിടെ സ്ത്രീ ജനങ്ങൾക്കടക്കം അക്കരെ കൊട്ടിയൂരിലേക്കൊരു പ്രവേശനം അനുവദിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ വൈശാഖ മഹോത്സവത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് നെയ്യാട്ടം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്ക് ഈ അക്കരെ കൊട്ടിയൂരിലേക്ക് ആരംഭിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് അക്കരെ കൊട്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരുമുണ്ട്. ഈ വൈശാഖ മഹോത്സവ കാലത്ത് മാത്രമാണ് അക്കരെ കൊട്ടിയൂരിലേക്ക് ഭക്തർക്ക് പ്രവേശനമുള്ളത്. കാടിന് നടുവിലുള്ള തീർത്തും പ്രത്യേക ഒരു അനുഭൂതി പകർന്നു നൽകുന്നൊരു പ്രദേശം തന്നെയാണ് ഈ ഒരു അക്കരെ കൊട്ടിയൂർ എന്ന് പറയുന്നത്. ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങായ ഭണ്ഡാരം വരവ് നടന്ന ഒരു ദിവസമാണ്. ഭണ്ഡാരം വരവ് എന്ന് പറയുന്നത് ഈ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പൂജകൾക്കും മറ്റും ഉപയോഗിക്കുന്ന സ്വർണത്തിലും വെള്ളിയിലും തീർത്ത പാത്രങ്ങളും മറ്റുമാണ്. അതുമായി ആനകളുടെ അകമ്പടിയോടുകൂടി അക്കരെ കൊട്ടിയൂരിലേക്ക് എത്തുന്നതിനെയാണ് ഭണ്ഡാരം വരവ് എന്ന് പറയുന്നത്. കരിമ്പന ഗോപുരവാതിൽക്കൽ എത്തി അവിടെ നിന്നാണ് ഈ ഭണ്ഡാരം വരവ് എന്ന് പറയുന്ന ചടങ്ങ് ആരംഭിച്ചത്. ഈ അവിടെയുള്ള കണക്കപ്പിള്ള എന്തൊക്കെ സാധനങ്ങളാണ് ഈ അക്കരെ കൊട്ടിയൂരിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു കണക്കുകൾ എടുക്കുന്നു. ആ കണക്കുകൾ എടുത്ത് ഓരോ ആളുകളെയും എന്തൊക്കെ പാത്രങ്ങളും എന്തൊക്കെ കാര്യങ്ങളുമാണ് വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി ഏൽപ്പിച്ച് അത് എടുത്തുകൊണ്ടാണ് ഈ അക്കരെ കൊട്ടിയൂരിലേക്ക് ഓരോ ചുമതലപ്പെട്ട സ്ഥാനികരും ഇങ്ങോട്ടേക്ക് എത്തുന്നൊരു സാഹചര്യമുള്ളത്. ഇതിലും വിപുലമായ ഒരുക്കങ്ങളാണ് ഈ ഒരു അക്കരെ കൊട്ടിയൂരിൽ ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിലേത് പോലെ തന്നെ പരാതികൾ ഏതുമില്ലാതെ കൃത്യമായ സംഘാടന മികവോടുകൂടി തന്നെ ഭക്തർക്ക് പരാതികളൊന്നുമില്ലാതെ ദർശനം നടത്താനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊന്നും അടക്കമുള്ള ഭക്തർ ധാരാളം ഇത്തവണ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. തമിഴ്നാട്, ആന്ധ്ര, കർണാടക, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വലിയ തോതിലുള്ള ഒരു ഭക്തജനങ്ങളുടെ തിരക്ക് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. മുൻകാലങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളൊരു ഭക്തരുടെ എണ്ണം സാധാരണ ഇത്ര വലിയ തോതിൽ കാണാറില്ല. എന്നാൽ ഇത്തവണ വലിയ തോതിലൊരു ഒഴുക്ക് തന്നെ ഭക്തരോട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്നാൽ ഇത്രയധികം ഭക്തർ ഒഴുകിയെത്തിയിട്ടും വലിയ പരാതികളൊന്നുമില്ലാതെ തന്നെ എല്ലാ ചടങ്ങുകളും കൃത്യമായി നടത്താനുള്ളൊരു സജ്ജീകരണങ്ങൾ ഒക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്നതാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം എന്ന് പറയുന്നത്. അവിടെ വലിയ രീതിയിൽ ഈ 30 ദിവസം വലിയ രീതിയിലുള്ള ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം നെയ്യാട്ടത്തോടു കൂടിയാണ് വൈശാഖ മഹോത്സവത്തിൻ്റെ ആരംഭം കുറിച്ചത്. തൊട്ട് അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന വലിയ ബൃഹത്തായ ഒരു ചടങ്ങ് തന്നെയാണ്. ഇപ്പോൾ ഈ ചടങ്ങുകളുടെ ഭാഗമായി ഓരോ ദിവസവും വിവിധങ്ങളായ ചടങ്ങുകളുണ്ട്, ആരാധനകളുണ്ട്. രോഹിണി ആരാധനയുണ്ട്, രേവതി ആരാധനയുണ്ട്. അത്തരത്തിൽ വിവിധങ്ങളായ ചടങ്ങുകൾ കൊണ്ട് ഒരു സമൃദ്ധമായൊരു ക്ഷേത്രം കൂടിയാണ്. സർവം ശിവമയം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ ചടങ്ങുകളും പുരോഗമിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഭക്തി നിർഭരമായൊരു അന്തരീക്ഷത്തിൽ ഓരോ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ തന്നെ നടന്ന് കൊണ്ടിരിക്കുന്നു. നമ്മോടൊപ്പം ഇപ്പോൾ ഈ കൊട്ടിയൂർ ദേവസ്വത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായ ഗോകുൽ ചേരുന്നുണ്ട്. ഇവിടെ എത്രത്തോളം ഒരുക്കങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നതിനെ സംബന്ധിച്ച് ശ്രീ ഗോകുൽ, എന്തൊക്കെയാണ് ഇത്തവണ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് വൈശാഖ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഒരുക്കങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഈ ഭക്തജനങ്ങളുടെ തിരക്ക് എത്രത്തോളം ഉണ്ട്? ഇന്ന് രാവിലെയാണ് സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനം സാധ്യമായിരുന്ന ദിവസം. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ കൊട്ടിയൂരിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ വർഷങ്ങളിൽ ആദ്യത്തെ ദിവസങ്ങളിൽ താരതമ്യേന ഭക്തജനങ്ങൾ കുറവായിരുന്നു. ഇന്ന് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും ചരിത്രവും മനസ്സിലാക്കിയ ആളുകൾ ആദ്യ ദിവസം തന്നെ ആളുകളെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ പുറത്തു നിന്നും
എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിലും ഒരുപാട് ആളുകൾ ഇവിടെ ദർശനത്തിന് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടെ ദർശനത്തിന് വേണ്ടി എത്തും എന്നുള്ള ഒരു അറിയിപ്പും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം ദക്ഷിണ കാശി എന്നാണ് കൊട്ടിയൂരിനെ അറിയപ്പെടുന്നത്. അപ്പം ശിവ ചൈതന്യം അത്രത്തോളം ഉള്ളൊരു സ്ഥലം കൂടിയാണ്. സ്വയംഭൂവായ ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠയുള്ളത്. അത്തരത്തിൽ ഓരോ ചടങ്ങുകളെ സംബന്ധിച്ച് എല്ലാത്തിനെ സംബന്ധിച്ച് ഓരോ തരത്തിലും പ്രത്യേകതയുള്ളൊരു ക്ഷേത്രം കൂടിയാണ്. അതെ, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. ഒരുപാട് ആചാരങ്ങൾ, ഒരുപാട് അനുഷ്ഠാനങ്ങൾ, പാരമ്പര്യം കൃത്യമായി കാത്തുസൂക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാനന ക്ഷേത്രം കൂടിയാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. ഇത് പുഴയുടെ ഉത്സവമാണ്, മഴയുടെ ഉത്സവമാണ്, ഒരു യാഗോത്സവം എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. ഇത്തരമൊരു ഉത്സവം ലോകത്തിന് തന്നെ മാതൃകയാണ്. ഇവിടെ മുഴുവൻ ശിവമയമാണ് എന്നാണ് അറിയിക്കാനുള്ളത്. അപ്പം ഈ വരുന്ന ഭക്തർക്ക് പരാതിയില്ലാതെ ദർശനം നടത്തി മടങ്ങിപ്പോകാനുള്ള എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? നമ്മുടെ ഈ കാലാവസ്ഥ, ഇത് മഴയുടെ ഉത്സവമായതുകൊണ്ട് തന്നെ മഴ സീസണാണ്. ഒരുപാട് വെല്ലുവിളികൾ നമുക്ക് ഭക്തജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്നതിലായിട്ട് ഉണ്ട്. പുഴയാണ്, രണ്ട് ഭാഗവും പുഴ കടന്നു വേണം ഇവിടെ എത്തിച്ചേരാൻ. അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയാണ്. ഒരുപാട് മരങ്ങളുള്ള സ്ഥലങ്ങളാണ്, ഇഴജന്തുക്കളുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ സുരക്ഷാ സംവിധാനങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫയർഫോഴ്സ്, KSEB, വാട്ടർ അതോറിറ്റി, PWD എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത്. ഭക്തജനങ്ങൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടി 400ഓളം താൽക്കാലിക വളണ്ടിയേഴ്സിനെ ദേവസ്വം നിയമിച്ചിട്ടുണ്ട്. അവർക്ക് ദിവസവേതന അടിസ്ഥാനത്തിലാണ് നമ്മൾ വേതനം നൽകുന്നത്. അങ്ങനെ അവർക്ക് വേണ്ട പാർക്കിംഗ് സൗകര്യം, 5000 വാഹനങ്ങളോളം പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സൗകര്യം ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിനായി ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ട കുടിവെള്ള സൗകര്യം ഉണ്ട്, അന്നദാന സൗകര്യമുണ്ട്, മെഡിക്കൽ സൗകര്യമുണ്ട്. ഭക്തജനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ വൈകാതെ മണിത്തറയിൽ നിന്ന് പ്രസാദം വാങ്ങി പോകുവാനുള്ള സൗകര്യവും അവർക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ കാലാകാലങ്ങളായിട്ട് ഓരോ വർഷം കഴിയുന്നതോറും ഭക്തജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പം അപ്പോൾ ഓരോ വർഷങ്ങളിലും ഇതിന് ഒരുക്കങ്ങൾ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്, സജ്ജീകരണങ്ങളൊക്കെ വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നമ്മൾ കൊട്ടിയൂരിനെ സംബന്ധിച്ചിടത്തോളം കൊട്ടിയൂർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു നവോത്ഥാന കേന്ദ്രം എന്ന് നമുക്ക് പറയേണ്ടി വരും. 64 ജാതി സ്ഥാനികർ, ഒരു ഹിന്ദു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പമാണ് ജാതി. അപ്പോൾ എല്ലാ ജാതിക്കാരും ഒരു കുടക്കീഴിൽ അണിനിരന്നുകൊണ്ട് അവിടെ തൊട്ടുകൂടായ്മയോ തീണ്ടിക്കൂടായ്മയോ ഒന്നുമില്ലാത്ത ഒരു ക്ഷേത്രം എന്ന് നമുക്ക് കേരളത്തിലെ ഒരു ക്ഷേത്രമല്ലേ, ലോകത്തിലെ ഒരു ക്ഷേത്രത്തെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അത് കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. ഇവിടെ ഐത്തമില്ല, തൊട്ടുകൂടായ്മയില്ല, തീണ്ടിക്കൂടായ്മയില്ല. എല്ലാവരും നമ്പൂതിരി മുതൽ നായാടി വരെ ഒരു കുടക്കീഴിൽ അണിനിരന്ന ഒരു ക്ഷേത്രമായാണ് കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഇങ്ങനെയൊരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും വിജയവും ഇതിൻ്റെ അനുഷ്ഠാനങ്ങളും കലകളുമെല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇക്കരെ കൊട്ടിയൂരും അക്കരെ കൊട്ടിയൂരും തമ്മിൽ വലിയ വ്യത്യാസങ്ങളാണ്. ഇപ്പം ഈ അക്കരെ കൊട്ടിയൂരിൽ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഇക്കരെ കൊട്ടിയൂരിനെക്കാൾ അധികം പ്രാധാന്യത്തോടു കൂടി പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ആ ഒരു അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും തമ്മിലുള്ളൊരു വ്യത്യാസം അല്ലെങ്കിൽ പ്രാധാന്യത്തെ സംബന്ധിച്ച് പറയാൻ പറ്റുമോ? ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം എന്ന് പറയുന്നത് 11 മാസക്കാലം ദൈനംദിന പൂജയുള്ള ഒരു ക്ഷേത്രമാണ്. ഒരു ദിവസം രാവിലെ 5 മണിക്ക് നട തുറന്നാൽ രാത്രി 7:30 മണിക്ക് നടയടക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണ് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം. അവിടെ ഏത് സമയത്തും ഭക്തജനങ്ങൾക്ക് തൊഴുതു പോകുവാനുള്ള സൗകര്യമുണ്ട്. അക്കരെ കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവം എന്ന് പറഞ്ഞാണ് അറിയപ്പെടുന്നത്. യാഗോത്സവമാണ്. അതായത് ഒരു വർഷത്തിൽ ഒരു മാസം
എടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. ആ ഒരു മാസം അവിടെയുള്ള എല്ലാ ബിംബങ്ങളും ഇക്കരെ കൊട്ടിയൂരിൽ എത്തിച്ചേർന്നുകൊണ്ട് ഇവിടെയാണ് അതിൻ്റെ താന്ത്രിക കർമ്മങ്ങളും പൂജകളൊക്കെ നടക്കുന്നത്. മറ്റ് ക്ഷേത്രത്തിൽ നിന്ന് വിഭിന്നമായി 2 തന്ത്രിമാർ ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ് കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. നന്ദ്യാർവള്ളി കോഴിക്കോട്ടിരി എന്ന് പറയുന്ന 2 തന്ത്രിമാർ കൂടി ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയായുണ്ട്. ഏതെങ്കിലും രീതിയിൽ ബാലായ്മ പുല എന്നീ എന്തെങ്കിലും കാരണങ്ങളാൽ വന്നാൽ വേറെ ഒരു തന്ത്രി പൂജ മുടങ്ങാൻ വേണ്ടി പാടില്ല എന്നുള്ളത് കൊണ്ടാണ് 2 തന്ത്രിമാർ ഇവിടെ തന്ത്രിമാരായിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് നമ്പൂതിരിമാർ മുതൽ ഒറ്റപ്പിലാൻ പണിക്കർ, കാടൻ, കണിയാൻ, ജന്മാശാരി, നായർ, അതുപോലെ തന്നെ പെരുവണ്ണാൻ, നമ്പൂതിരി, ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾ, അങ്ങനെ എല്ലാ സമുദായക്കാരും ഇവിടെ ഒന്നിച്ച് ഓച്ചിർ, മാരാർ, നമ്പീശൻ എന്ന് വേണ്ട എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും ഇവിടെ വന്ന് അവരോട് ഒരു കാര്യവും പറയാതെ, അതായത് 64 ജാതിസ്ഥാനികർ അവരോടൊന്നും ആവശ്യപ്പെടാതെ ഇവിടെ വന്ന് പൂജ ചെയ്ത് 28 ദിവസം അവരുടെ ജന്മാവകാശം മാത്രം നേടി പോകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. കാര്യങ്ങൾ വ്യക്തമാണ് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് തന്നെ. കാരണം ഇവിടെ പൂജകളിൽ തന്നെ മിഥുൻ പറഞ്ഞു പൂർത്തീകരിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അതായത് കഴിയുമെങ്കിൽ ഈ സ്ത്രീ ഭക്തജനങ്ങൾ ഇന്നാണല്ലോ അവിടേക്ക് വന്നത്, അപ്പോൾ അവരോടുകൂടി കാര്യങ്ങൾ ചോദിക്കാൻ കഴിയുമെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന തിരുവഞ്ചിറ എന്ന് പറയുന്ന അതിദിവ്യമായ പ്രദേശത്തിന് തൊട്ടിപ്പുറത്താണ്. ആ ഭാഗത്താണ് സ്ത്രീകളൊക്കെ ഉള്ളത്. നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കുന്നതിന് നിയമപരമായ ചില തടസ്സങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഈ തിരുവഞ്ചിറ എന്ന് പറയുന്നത് അതിദിവ്യമായ ഒരു പ്രദേശമാണ്. മുൻപ് ഹൈക്കോടതിയുടെ അടക്കം നിർദ്ദേശമുണ്ട് ഈ തിരുവഞ്ചിറ ഭാഗത്തേക്ക് ഇറങ്ങി മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ എടുക്കരുത് എന്നടക്കമുള്ള നിർദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവഞ്ചിറ അതിപ്രധാനമായി കരുതുന്നതാണ്. ഭക്തർ ക്ഷേത്രത്തെ വലം വെച്ച് പോകുന്ന ഒരു സ്ഥലത്തെയാണ് ഈ തിരുവഞ്ചിറ എന്ന് പ്രധാനമായി പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ സ്ത്രീജനങ്ങളുടെ ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് ആളുകൾ അധികം ഇല്ലാത്ത സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു തത്സംപ്രേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായ ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് മാത്രമാണുള്ളത്. വരും മണിക്കൂറുകളിൽ പറ്റുമെങ്കിൽ നമുക്ക് അവരുടെ കൂടെ പ്രതികരണങ്ങൾ തേടിക്കൊണ്ടുള്ള ലൈവുകൾ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ അക്കരെ കൊട്ടിയൂരിലേക്ക് ഭണ്ഡാരം എഴുന്നള്ളത്തും കുടയെഴുന്നള്ളത്തും നടന്നു. അവിടെ വലിയ ഭക്തജന തിരക്കാണ് ഉള്ളത്. അതിൻ്റെ പ്രാധാന്യമൊക്കെ വിശദീകരിക്കുകയായിരുന്നു മിഥുൻ പിള്ളയും ക്ഷേത്ര സഹചാരിയും.